കടലക്കടലാസിൻ്റെ രാമായണ പരമ്പരയിലേക്ക് സ്വാഗതം. മുത്തശ്ശി രാമായണത്തിലെ ബാലകാണ്ഡത്തിന് ശേഷം അയോധ്യാകാന്ഡമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശ്രീരാമ അവതാരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രകടമാക്കുന്ന പശ്ചാത്തലമാണ് അയോധ്യാകാന്ഡത്തിലുള്ളത്. ശ്രീരാമ പട്ടാഭിഷേകം ദശരഥ മഹാരാജാവ് നിശ്ചയിക്കുന്നു. എന്നാൽ കൈകേയിയുടെ ആജ്ഞയനുസരിച്ച് ഭരതനെ രാജാവാക്കുവാനും ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് അയക്കുവാനുമുള്ള തീരുമാനം മഹാരാജാവിന് എടുക്കേണ്ടതായി വരുന്നു. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമൻ വനവാസത്തിനായി പുറപ്പെടുന്നു. സീതാദേവിയും ലക്ഷ്മണനും ശ്രീരാമനെ അനുഗമിക്കുന്നു. ഗുഹന്റെ സഹായത്താൽ അവർ ഗംഗാനദി കടന്ന് കാനനത്തിൽ എത്തിച്ചേരുന്നു. കാനനയാത്രയിൽ ഭരദ്വാജ മുനിയെയും വാൽമീകി മഹർഷിയെയും സന്ദർശിച്ച് അനുഗ്രഹവും ആശീർവാദവും തേടുന്നു. തുടർന്ന് ചിത്രകൂടത്തിൽ പർണശാല നിർമ്മിച്ച് ആശ്രമജീവിതം ആരംഭിക്കുന്നു. ഈ അവസരത്തിൽ അയോധ്യയിൽ പുത്രദുഃഖത്താൽ ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യം സംഭവിക്കുന്നു. തൻ്റെ അസാന്നിധ്യത്തിൽ നടന്ന സംഭവ വികാസങ്ങളിൽ അസ്വസ്ഥനും ദുഃഖിതനുമായ ഭരതൻ ശ്രീരാമനെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ അച്ഛൻ്റെ ആജ്ഞയിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശ്രീരാമന്റെ തീരുമാനത്തെ തുടർന്ന് ഭരതൻ ശ്രീരാമപാദുകം ഏറ്റുവാങ്ങി അയോധ്യയ്ക്കു പുറമെ നന്ദി ഗ്രാമത്തിൽ ശ്രീരാമപാദുക സേവകനായി തുടരുന്നു. അയോധ്യാകാന്ഡം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് മുത്തശ്ശി രാമായണത്തിലെ അയോധ്യാകാന്ഡം കേൾക്കാം. ചെല്ലവുമായും മറത്തു വന്നു മുത്തശ്ശി വീണ്ടും ഇരുന്നു. ചെല്ലക്കിടാങ്ങളും വന്നു പിന്നെ മുത്തശ്ശി പാടിത്തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ. രാമനും സോദരന്മാരും കൊച്ചു പുത്തൻ മണവാട്ടിമാരും കാലത്തിനൊപ്പം വളർന്നു മെല്ലെ യൗവനം വന്നു തെളിഞ്ഞു. മുത്തശ്ശിയൊന്നു ചിരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമനു രാജകിരീടം നൽകാൻ അച്ഛനൊരുങ്ങിയ നേരം കൈകേയി വന്നു ഷഠിച്ചു വേണമിപ്പോഴേ 2 വരങ്ങൾ. മുത്തശ്ശി കയ്യും മലർത്തി ചൊല്ലി രാമ ഹരേ ജയ രാമ. രാജ്യം ഭരതനു വേണം നൽകൂ രാമനു കാനനവാസം. രാജാവു മോഹിച്ചു വീണു അയ്യോ രാമാഭിഷേകം മുടങ്ങി. മുത്തശ്ശി പൊട്ടിക്കരഞ്ഞു ചൊല്ലി രാമ ഹരേ ജയ രാമ. കാനനവാസത്തിനായി രാമൻ കാഷായ വസ്ത്രം ധരിച്ചു. സീതയും കൂടെ ഇറങ്ങി തമ്പി ലക്ഷ്മണനും പുറപ്പെട്ടു. മുത്തശ്ശികൾ ഗദം പൂണ്ടു ചൊല്ലി രാമ ഹരേ ജയ രാമ. കാട്ടിലലഞ്ഞു നടന്നു ചെന്നു വാൽമീകി തന്നെയും കണ്ടു. ചിത്രകൂടാജലത്തിങ്കലവർ ചിത്തം തെളിഞ്ഞു വസിച്ചു. മുത്തശ്ശി വീർപ്പൊന്നയച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. മക്കളെ ചൊല്ലി വിളിച്ചു കൊണ്ട് മന്നവൻ വീണു മരിച്ചു. അച്ഛൻ്റെ അന്ത്യമറിഞ്ഞു തല തല്ലിക്കരഞ്ഞു ഭരതൻ. മുത്തശ്ശിയൊന്നു വിതുമ്പി ചൊല്ലി രാമ ഹരേ ജയ രാമ.
അഗ്രജനെ ചെന്നു കണ്ടു കാടു വിട്ടു വരേണമെന്നോദീ. രാമൻ വരില്ലെന്നറിഞ്ഞു രാമ പാതുകം വാങ്ങിത്തിരിച്ചു. മുത്തശ്ശി വീണു വണങ്ങി ചൊല്ലി രാമ ഹരേ ജയ രാമ. പാതുകം വെച്ചു നമിച്ചു രാമ രാജ്യം ഭരിച്ചു ഭരതൻ. ഭാരിച്ച ദുഃഖം പൊറുത്തു രാമ നാമം ജപിച്ചു ജനങ്ങൾ. മുത്തശ്ശി കണ്ണു തുടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. ഇങ്ങനെ നല്ലൊരയോധ്യാകാന്ഡം എന്നു പറഞ്ഞു മുത്തശ്ശി. ഉണ്ണികളൊപ്പമിരുന്നു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമ ഹരേ ജയ രാമ. രാമ ഹരേ ജയ രാമ. അയോധ്യാകാന്ഡം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.